വിവോയുടെ വിവോ Y35 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y35 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y35 6.58 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാലും അതിൽ കൂടുതലും ഓൺലൈൻ ഫോൺസ് ആണ്. പിന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ ഒന്നും വരുന്നില്ല. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ അവർക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്താലും എന്തായാലും ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്നും ഈ ഫോണിൽ വരുന്നില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പല ഫോണുകളിലും നമുക്ക് AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസൈനെങ്കിലും ഇതിൽ കൊടുക്കായിരുന്നു. അതിവിടെ വരുന്നില്ല. അപ്പോൾ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 188 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.28 mm ആണ്. ഈ ഫോണിന്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അജൈറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഡോൺ ഗോൾഡും. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 680 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ മികച്ച പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതിലും മിക്കതും ഓൺലൈൻ ഫോൺസ് ആണ്. നമ്മൾ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസറാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാലും നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും ഗെയിമിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ 8 GB റാം വന്നോളണം എന്നില്ല. എന്നാലും ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ വരും. അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. റാം എന്നുള്ള കാര്യം പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രോസസറാണ്. പിന്നെ ഇതിൽ 128 GB ഇന്റേണലും വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 1 TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ എക്സ്റ്റെൻഡഡ് റാം 3.0 എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ് പോലുള്ള മോഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ സിംഗിൾ സ്പീക്കറെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 18,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ അവർക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ കൊടുക്കായിരുന്നു. എന്തായാലും അതിവിടെ വരുന്നില്ല. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 18,499 രൂപയാണ്. പിന്നെ സെപ്റ്റംബർ 30 മുമ്പ് ICICI, SBI, കൊടാക്, വൺ കാർഡിന്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ Y35 എന്ന ഫോണിൽ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം വരുന്നുണ്ട്. മിക്കതും ഓൺലൈൻ ഫോൺസ് ആണ്. ഇനി ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിലും ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് ഓഫ്ലൈൻ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും വിവോ Y35 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.